ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസും തിരുവനന്തപുരത്ത് അമൽ തേനമ്പറമ്പിൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമലിലേക്കാണ് ആദ്യം. അമൽ, ഇപ്പോൾ ഈ കെ സുധാകരന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ വളരെ മയപ്പെട്ട് വളരെ ഒരു തരത്തിലും കടുപ്പിക്കാതെയാണ് കെ സുധാകരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 4 തവണ വിളിച്ചു, എടുത്തില്ല. അപ്പോൾ ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, KPCC അധ്യക്ഷൻ 4 തവണ വിളിച്ചാൽ എന്തുകൊണ്ടായിരിക്കും ശശി തരൂർ ഫോൺ എടുക്കാത്തതെന്ന്. തിരക്കായിരിക്കും അദ്ദേഹത്തിന്, തിരിച്ചു വിളിച്ചിട്ടുണ്ടാകും. അത്രയും മയപ്പെട്ട് എന്തുകൊണ്ടായിരിക്കും സുധാകരൻ സംസാരിക്കുന്നത്? അമൽ, സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് തരൂരിൻ്റെ പ്രസ്താവനകളിലും തരൂരിൻ്റെ ലേഖനങ്ങളിലുമെല്ലാം കടുത്ത അതൃപ്തിയുണ്ട്. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും ഇന്നിപ്പോൾ ഇത്തരത്തിലൊരു തരൂരിൻ്റേതായി പുറത്തു വരുന്ന ലേഖനം എന്ന് പറയുന്നത് അത് ആ കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് എടുത്ത ഒരു അഭിമുഖം എന്നുള്ളതാണ് പറയുന്നത്. ഇത് 26-ാം തീയതി പോഡ്കാസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണത് വലിയൊരു തലക്കെട്ടായി മാറിയതെന്നൊന്നും അറിയില്ല എന്നുള്ളതൊക്കെയാണ് തരൂർ പ്രതികരിക്കുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും കൃത്യമായി തന്നെയുള്ള ഒരു ദുരുദ്ദേശം ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. പ്രത്യേകിച്ചും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും നിരവധി പേരുകൾ ഒരേ സമയം ചർച്ചയാകുന്നതിനിടെ സംസ്ഥാന കോൺഗ്രസിന് നേതൃദാരിദ്ര്യമുണ്ട് എന്നുള്ള തരത്തിലുള്ള തരൂരിൻ്റെ പ്രസ്താവന അത് നേതാക്കളെ ചൊടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പരസ്യ പോര് വേണ്ട എന്നുള്ളതാണ് ഈ നേതാക്കളുടെ ഒരു പൊതുവെയുള്ള തീരുമാനമെന്ന് പറയുന്നത്. നേതാക്കൾ തമ്മിൽ പരസ്പരം ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അതിന് ഗ്രൂപ്പ് വ്യത്യാസമില്ല. ആ നേതാക്കളെല്ലാം തന്നെ എടുത്തിരിക്കുന്ന ഒരു തീരുമാനമെന്ന് പറയുന്നത് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തേണ്ടതില്ല. തരൂരുമായി എന്തെങ്കിലും ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ അത് ഹൈക്കമാൻഡ് ഇടപെട്ട് ചർച്ച നടത്തട്ടെ. തരൂരിൻ്റെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഉണ്ടാകുന്ന ആ പ്രസ്താവനകളെ പൂർണ്ണമായും അവഗണിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം എത്തുകയാണ്. ഇനിയിപ്പോൾ തുടർ പ്രതികരണങ്ങൾ ഏത് തരത്തിലുണ്ടാകും എന്നുള്ള കാര്യം കണ്ടറിയണം. ഇന്നിപ്പോൾ കെ മുരളീധരൻ മാത്രമാണ് ഒരല്പം കടത്തി ഒന്ന് പറഞ്ഞത്. ഒരല്പം പരിഹാസ രൂപേണയാണ് ഒരു പ്രതികരണം കെ മുരളീധരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മറ്റ് നേതാക്കളെല്ലാം തന്നെ ഇതുപോലെയാണ് പ്രതികരിക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ പ്രതികരണമാണെങ്കിലും നമ്മൾ കേട്ടതാണ്. അങ്ങ് മയപ്പെട്ട ഒരു പ്രതികരണമാണ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും വരുന്നത്. തരൂരിൻ്റെ ലക്ഷ്യം എന്ത് എന്ന നല്ല ബോധ്യം സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. അതിനാൽ തന്നെ തരൂരിന് ചർച്ച ചെയ്ത് കൂടുതൽ അവസരം നൽകേണ്ടതില്ല എന്നുള്ളതാണ് പറയുന്നത്. അതിനിടയിലും ദേശീയ നേതൃത്വത്തെ പ്രത്യേകിച്ച് KC വേണുഗോപാലിനെ അടക്കം സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ ഒരു സ്പേസ് കൊടുക്കണ്ട, വിമർശിച്ച് ബാക്കിയുള്ളവർക്ക് അതൊരു മുതലെടുക്കാനുള്ള ഒരു അവസരം കൊടുക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന നേതൃത്വം എത്തിയതാണോ എന്നുകൂടി അറിയേണ്ടതുണ്ട്. തീർച്ചയായും അത് ഏറ്റവും ഈ തരത്തിലുള്ള പ്രതികരണം ഏറ്റവും നല്ലതാണ് അല്ലെ. കോൺഗ്രസിന് ഈ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആഞ്ഞടിക്കാതെ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ തരത്തിലുള്ള പ്രതികരണവും നടത്താതെ കുറച്ചുകൂടി സമാധാനത്തിൽ പോവുകയാണ്. നേരത്തെ ചെന്നിത്തലയുടെ വാക്കുകളൊക്കെ നമ്മൾ അങ്ങനെയാണ് കേൾക്കുകയും ചെയ്തത്. അനൂപ് ദാസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, ഈ ലേഖനത്തിൽ പാർട്ടിയെ വിമർശിക്കുന്നുണ്ട്. പാർട്ടിയെ വിമർശിക്കുമ്പോഴും തന്നെ സ്വയം പ്രശംസിക്കുന്നുണ്ട്. ഒപ്പം തന്നെ തനിക്ക് വേറെ പണിയുണ്ടെന്ന് തരൂർ പറയുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ലേഖനത്തിലൂടെ തരൂർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഒപ്പം തന്നെ ഇത് ദേശീയ തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ആ തരത്തിലുള്ള എന്തെങ്കിലും ഒരു സമീപനമൊക്കെ ഈ ലേഖനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നുണ്ടോ? ലേഖനം മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് ഒറ്റ കാര്യം മാത്രമാണ് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. ഒന്ന്, കേരളത്തിൽ മുഖ്യമന്ത്രിയാവാൻ ശശി തരൂരിന് താല്പര്യമുണ്ട്. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തരൂരിനെ പ്രഖ്യാപിക്കണമെന്ന ആഗ്രഹം അദ്ദേഹത്തിനുണ്ട്. അത് ദേശീയ നേതൃത്വത്തിനോട് നേരത്തെ തന്നെ അദ്ദേഹം ആ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചതാണ്. പക്ഷേ രാഹുൽ ഗാന്ധി അത് അങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും തരൂർ പറയുന്ന കാര്യം, കോൺഗ്രസിന് അടിസ്ഥാന വോട്ട് ലഭിക്കുന്ന വോട്ട് എന്ന നിലയിൽ കണക്ക് കൂട്ടാൻ പറ്റുക ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും അത് 19%. അതിനപ്പുറത്തേക്ക് 26-27% കൂടുതൽ വോട്ടുകൾ ലഭിച്ചാൽ മാത്രമേ അധികാരത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അതിന് പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾക്കപ്പുറമുള്ള വോട്ടുകളെ ഏകീകരിക്കാൻ കഴിയണം, കൊണ്ടുവരാൻ കഴിയണം. അതിന് തന്നെപ്പോലെ ഒരാൾ വേണമെന്ന് ശശി തരൂർ പറയുന്നുണ്ട്. ഒരു സ്വതന്ത്ര ഏജൻസി നടത്തിയ സർവേയിൽ വലിയ വോട്ട് കിട്ടിയത്, വലിയ പരിഗണന കിട്ടിയത് മറ്റു നേതാക്കളെക്കാൾ തനിക്കാണ്. അത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ കോൺഗ്രസ് ഇപ്പോൾ ഉപയോഗപ്പെടുത്തു, 2026 ഉപയോഗപ്പെടുത്തു. അല്ലെങ്കിൽ എനിക്ക് വേറെ പണിയുണ്ട്. ആ പണി പുസ്തകമെഴുത്തും പ്രസംഗ വേദികളും ലോകത്താകെയുള്ള മറ്റു വേദികളുമാണ് എന്നും അദ്ദേഹം പറയുന്നു. ഒരേ ഒരു കാര്യം മാത്രം, എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവണം, നിങ്ങൾ എന്നെ പരിഗണിക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിനോട്. ആ ലേഖനത്തിൽ അത് തന്നെയാണ്. 3 കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. സംസ്ഥാന കോൺഗ്രസിൽ ഒരു നേതാവിന്റെ അഭാവമുണ്ട്, ഒരു നേതൃസ്ഥാനത്ത് ഒരു ആളുടെ അഭാവമുണ്ട്. തനിക്ക് കോൺഗ്രസ് വോട്ടുകളിൽ നിന്നുള്ള അപ്പുറമുള്ള ഒരു വോട്ടുകൾ സമാഹരിക്കാനുള്ള ശേഷിയുണ്ട്. അഭിപ്രായ സർവേകൾ ഉദാഹരണമാക്കിയാണ് അദ്ദേഹം അത് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പ്രതിപക്ഷത്ത് ഇനിയും മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ 3ാം തവണയും പ്രതിപക്ഷത്ത് 2026 പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് തരൂർ. എന്തായാലും തരൂരിനെ പക്ഷേ അങ്ങനെ കടന്ന് ആക്രമിക്കാനൊന്നും കോൺഗ്രസ് നേതാക്കൾ ഇതുവരെയും തയ്യാറായിട്ടുമില്ല എന്നുള്ളതാണ്.